ഹായ് ഹലോ മേറ്റ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ചൈതു, ഇത് ഗോപു. അപ്പോൾ ഞാനൊരു കുക്കിംഗ് വീഡിയോ ആണ് നിങ്ങൾക്കായി ചെയ്യാൻ പോകുന്നത്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയപ്പോൾ കഴിച്ചിട്ടുള്ളതും എന്നാൽ ഇനിയും കഴിക്കണമെന്നും ഉണ്ടാക്കി നോക്കണമെന്നും ഒക്കെ ആഗ്രഹിച്ചിട്ടുള്ള ഒരു ഡിഷാകാം ക്യാരറ്റ് ഹൽവ. അപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും, അയ്യോ ഇതെന്തൊരു പാടായിരിക്കും, ഇതെന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ വിചാരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റാതെ പോയ ഒരു ഡിഷായിരിക്കാം ചിലർക്കെങ്കിലും. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങളുടെ കമന്റ്സുകൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അധികം താമസിയാതെ ഈസിയായി എങ്ങനെയാണ് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസിനെ കണ്ടു നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പഞ്ചസാര, പാല്, ക്യാരറ്റ്. ഈ ക്യാരറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിപ്പമുള്ള 4 ക്യാരറ്റ് അരച്ചു വെച്ചിട്ട് 2 സ്പൂൺ പാലും ചേർത്ത് അരച്ചു വെച്ചിട്ടുള്ള ക്യാരറ്റാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, ഗീ എടുത്തിട്ടുണ്ട്. സോ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഗ്യാസിലേക്ക് നമുക്ക് പാൻ വെച്ച് ചൂടാക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള നെയ്യ് ചേർക്കാം. ഞാനിപ്പോൾ 2 സ്പൂൺ നെയ്യാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിനെയൊക്കെ ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുന്തിരിങ്ങയും ബദാമും പിസ്തയാണ്. നിങ്ങളുടെ കയ്യിൽ വേറെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്കിവിടെ ചേർക്കാവുന്നതാണ്. എന്തിനാണ് നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൽവ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഇടയ്ക്ക് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് കടിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ മൂത്ത് വന്ന ഡ്രൈ ഫ്രൂട്ട്സിനെ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് പകർന്നു വയ്ക്കാം. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മൂപ്പിച്ചിട്ടുള്ള അതേ പാൻ തന്നെ നമുക്ക് ചൂടാക്കാൻ വേണ്ടി വയ്ക്കാം. അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 2 സ്പൂൺ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 2 സ്പൂൺ അല്ല അതിൽ കൂടുതൽ വേണമെങ്കിലും ഇപ്പോൾ ചേർക്കാവുന്നതാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നെയ്യിൻ്റെ അളവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്താലും മതിയാകും. ഇപ്പം നെയ്യൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ക്യാരറ്റിനെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി പതിയെ നന്നായിട്ട് നെയ്യും ക്യാരറ്റും കൂടി നന്നായിട്ട് യോജിപ്പിക്കുക. നല്ല പോലെ അത് മിക്സ് ആവണം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ മുമ്പൊക്കെ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ടാസ്ക് ആയിരുന്നു. ഗ്രേറ്റ് ചെയ്ത് ഒക്കെ ഒത്തിരി സമയം എടുക്കുമായിരുന്നു. പക്ഷേ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റും നെയ്യും ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി പാൽ ആഡ് ചെയ്യണം. ഇപ്പം ഞാനിവിടെ 7 സ്പൂൺ പാലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ആദ്യം അരയ്ക്കാൻ വേണ്ടിയിട്ട് 2 സ്പൂൺ പാലും ചേർത്തിരുന്നു. അപ്പം മൊത്തം 9 സ്പൂൺ പാലാണ് ഞാൻ 4 ക്യാരറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ശ്രദ്ധിക്കുക, പാൽ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നല്ലപോലെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലപോലെ ഇളക്കി ഒന്ന് തളയാവുന്ന സമയത്ത് നമ്മൾ ഗ്യാസ് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. ഇപ്പോൾ നമ്മുടെ പാലിൻ്റെയും ക്യാരറ്റിൻ്റെയും കൂടെയുള്ള മിക്സ് നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാസ് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൈ എടുക്കാതെ നല്ലതുപോലെ ഇളക്കണം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, കൈ എടുക്കാതെ ഇളക്കിയില്ലെങ്കിൽ ഈ ക്യാരറ്റൊക്കെ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ശ്രദ്ധിക്കുക, മീഡിയം ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം നിങ്ങളുടെ ഗ്യാസ്. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. സോ ഞാനിവിടെ ഏകദേശം 4 സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് പഞ്ചസാര വേണമെങ്കിൽ ഇനിയും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പഞ്ചസാരയും ക്യാരറ്റും പാലും ഒക്കെ നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർക്കുക. ശ്രദ്ധിക്കുക, നിങ്ങൾ അവസാനം വരെയും കൈ എടുക്കാതെ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് അടി പിടിക്കും. പിന്നെ അതുപോലെ സൈഡിലിരിക്കുന്നതൊക്കെ നമ്മൾ ഇളക്കിയിട്ട് വേണം എപ്പോഴും ഇളക്കാൻ. ഇല്ലെങ്കിൽ അതൊക്കെ കരിഞ്ഞു പിടിച്ചിരിക്കും, വേറൊരു ടേസ്റ്റായിട്ട് മാറും.
അപ്പോൾ നമ്മുടെ ക്യാരറ്റും പാലും ഒക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ എനിക്കാണെങ്കിൽ ഇച്ചിരി പഞ്ചസാരയുടെ അളവ് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്കും ഈ സമയം ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം. ഞാൻ 1 സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൊത്തം ഞാൻ 3 സ്പൂൺ നെയ്യാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. 3 സ്പൂൺ നെയ്യും 5 സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ക്യാരറ്റ് ഹൽവ എന്ന് വരച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പൊതുവേ കുറച്ച് മധുരമായിട്ടുള്ള സാധനമാണ്. ഹൽവ എന്ന് കേട്ടാൽ തന്നെ അങ്ങനെ ആണല്ലോ. അപ്പോൾ ഇതിനും നല്ല മധുരമുണ്ട്. ക്യാരറ്റിൻ്റെ മധുരവും കൂടെ ഇതിനകത്ത് വരും. ഇപ്പോൾ നമ്മുടെ ഹൽവ ഏകദേശം റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വെള്ളമൊക്കെ ക്യാരറ്റിൻ്റെ വെള്ളവും പാലും ഒക്കെ ഏകദേശം നന്നായി വറ്റി വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഏലക്ക വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടെ പൊതുവേ ഏട്ടനാണെങ്കിലും കുഞ്ഞിനാണെങ്കിലും ഒന്നും ഏലക്കയൊന്നും അങ്ങനെ ഇഷ്ടമല്ല, കുഞ്ഞാണെങ്കിൽ കഴിക്കത്തേ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഏലക്കയൊന്നും യൂസ് ചെയ്യാത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കയൊക്കെ ഇതിനകത്ത് ചേർക്കാം. ശരിക്കും ഒറിജിനൽ ക്യാരറ്റ് ഹൽവയ്ക്കകത്ത് ഈ ഏലക്കയുടെ ഫ്ലേവറൊക്കെ വരാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചേർക്കാം. ഇപ്പം എന്താണ്ട് ഏകദേശം നല്ലതുപോലെ പാലും വെള്ളവും ഒക്കെ നന്നായിട്ട് പറ്റി വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ട് ചെറിയൊരു കുത്തു വരുന്നതിനകത്ത്. അത് ഏകദേശം നല്ലപോലെ വറ്റി വരുന്നതിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ നല്ലതുപോലെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ചിലർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറച്ച് ടൈറ്റ് ആയിട്ടുള്ളതായിരിക്കും ഇഷ്ടം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ സമയം വെച്ച് വറ്റിച്ചെടുക്കാം. അതല്ല അതൊരു വേണമെങ്കിൽ ഒരുപാട് സമയം വയ്ക്കേണ്ട, അതിന് മുന്നേ എടുക്കുകയും ചെയ്യാം. എപ്പോഴും ഇത് മാറി വരുമ്പോൾ, അതായത് നല്ല പരിവായി വരുമ്പോഴത്തേക്ക് ക്യാരറ്റിൻ്റെ കളറൊന്ന് മാറി കുറച്ച് നല്ല ഒരു റെഡ് കളറിലേക്ക് മാറും. അതാണ് ശരിക്കും ക്യാരറ്റ് ഹൽവ റെഡിയായി എന്ന് നമുക്കപ്പോൾ മനസ്സിലാവാനും പറ്റും. അത് ഇപ്പോൾ ദാണ്ട് ഏകദേശം നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റും കൂടെ വെച്ച് കഴിഞ്ഞ് നമുക്ക് ഇതിനെ ഗ്യാസ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഭയങ്കര ടൈറ്റ് അല്ലാത്ത രീതിയിലാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റൊക്കെ വെച്ചാൽ മതിയായിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് വെച്ച് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഞാനാണെങ്കിൽ ആദ്യമായിട്ട് ഈ ക്യാരറ്റ് ഹൽവ കഴിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ടുണ്ട് അനു എന്ന് പറഞ്ഞിട്ട്, അവളുടെ വീട്ടിൽ പോയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് കഴിച്ച് ടേസ്റ്റ് പിടിച്ച് ഞാൻ വീട്ടിൽ വന്ന് ഉണ്ടാക്കി, അങ്ങനെ 2-3 വട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഏട്ടന് ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഏട്ടനും ഇഷ്ടമായി. അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ക്യാരറ്റ് ഹൽവ ഞങ്ങളുടെ വീട്ടിൽ മിക്കവാറും ഉണ്ടാക്കാറുണ്ടായിരുന്നു. അങ്ങനെ മോനായപ്പോൾ അവനുണ്ട് ചോറൊന്നും കഴിക്കത്തില്ല. അപ്പോൾ അങ്ങനെ അവനുണ്ടാക്കി കൊടുക്കാൻ നോക്കിക്കൊണ്ടാൽ അവൻ കഴിക്കണേ ഇല്ല. എന്താ കഴിക്കാത്ത പല രീതിയിലും മധുരം കൂട്ടി കുറച്ചുമൊക്കെ എടുത്തു കഴിക്കണില്ല. അങ്ങനെയാ പിന്നെ ഞാനിങ്ങനെ അരച്ച് നോക്കാം, അപ്പോൾ ഇനി ആ തരി ഇരിക്കുന്നതുകൊണ്ടാണോ അവൻ കഴിക്കാത്തതെന്നായി അങ്ങനെ അരച്ച് നോക്കി. അങ്ങനെയാ ഇങ്ങനെ ചെയ്ത് തുടങ്ങിയത്. പിന്നെ അപ്പോൾ മനസ്സിലായി ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാ എന്ന് മനസ്സിലാക്കിയതും പിന്നെ എപ്പോഴും അങ്ങനെ അങ്ങ് ചെയ്യാൻ തുടങ്ങിയത്. മുമ്പ് ആ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, അളവൊന്നും അറിയത്തില്ല. ഒത്തിരി ഗ്രേറ്റ് ചെയ്തെടുക്കുകയും ചെയ്യും, അതിൻ്റെ ഒരുപാട് പാലും ഒഴിക്കും. അങ്ങനെ അത് പറ്റി വരാൻ തന്നെ ഒരുപാട് സമയം എടുക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഒരു 30-35 മിനിറ്റിനകം എനിക്കത് ചെയ്ത് തീർക്കാൻ പറ്റുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ സഹായമായി എനിക്ക് പിന്നെ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഈ ഒരു സ്റ്റേജിൽ വെച്ച് നിർത്തേണ്ടവർക്ക് നിർത്താം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ മിക്സ് ചെയ്ത് എന്നിട്ട് അവർക്കത് മാറ്റാവുന്നതാണ്. ഇപ്പോൾ കണ്ടില്ല, ആ പാനിൽ നിന്നൊക്കെ നമ്മുടെ ഹൽവ വിട്ട് വന്നിരിക്കണം നല്ലതുപോലെ. ആ ഒരു സമയമാകുമ്പോൾ നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. ഇപ്പം അല്ല, കുറച്ചും കൂടെ നല്ല മുറുകിയ കൺസിസ്റ്റൻസി വേണ്ടവർക്ക് കുറച്ച് നേരം കൂടെ ഒരു 2-3 മിനിറ്റ് കൂടെ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഗ്യാസിൽ നിന്ന് നമ്മുടെ ഹൽവ മാറ്റാവുന്നതാണ്. അപ്പോൾ ഗ്യാസിൽ നിന്ന് മാറ്റിയതിന് ശേഷം നിങ്ങൾ ഒരു 10 മിനിറ്റെങ്കിലും അത് തണുക്കാൻ വേണ്ടി അനുവദിക്കുക. അതിനുശേഷം സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റ് തണുക്കാൻ വേണ്ടി അനുവദിക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. റെസിപ്പി ഉറപ്പായി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. സൂപ്പർ. ഇനി വേണോ? Yum, 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 yum.